ആമവാദത്തിനെ പറ്റിയുള്ള വീഡിയോയുടെ 3-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഈ ഭാഗത്തിൽ നമ്മൾ നോക്കുന്നത് ഈ ആമവാദത്തോട് ഒപ്പം വേറെ പല അസുഖങ്ങളും ഉള്ളവരാണ് കൂടുതൽ പേരും. അതുപോലെ തന്നെ ആമവാദത്തിൻ്റെയും അല്ലാത്ത അസുഖങ്ങളുടെയും കോംപ്ലിക്കേഷൻസ് ഫേസ് ചെയ്യുന്നവരാണ്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജീവിതശൈലി കറക്ഷൻ എങ്ങനെയാണ് ഈ അസുഖത്തിനെയും ഇതിൻ്റെ കൂടെയുള്ള വേറെ അസുഖങ്ങളെയും ഒരുമിച്ച് ട്രീറ്റ് ചെയ്യുന്നതിൽ സഹായിക്കുന്നത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ആദ്യമായിട്ടുള്ള ചോദ്യം ഡോക്ടർ ജോളിയോട് ചോദിക്കാനുള്ളത്, ഈ സാധാരണഗതിയിൽ ഈ ആമവാദം ഉള്ളവർക്ക് കാണുന്ന വേറെ അസുഖങ്ങൾ ഏതൊക്കെയാണ്? ആമവാദ രോഗികളിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്, മിക്കവാറും കുറച്ച് പ്രായമുള്ളവരാണെങ്കിൽ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ്, ഇതൊക്കെ വളരെ കോമൺ ആണ്. പിന്നെ ചെറുപ്രായത്തിലുള്ളവർ, കുറച്ചുകൂടി യങ്ങറായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് തൈറോയിഡൈറ്റിസ് ഉണ്ടാവും. പലരിലും ഞാൻ എപ്പോഴും നോട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തൈറോയ്ഡ്, ഹൈഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, അതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. 2 തരം തൈറോയ്ഡ് രോഗമാണ് ഉണ്ടാകുന്നത്. ഒന്ന് ഹൈപ്പോ വരും, പിന്നെ ഒരു ഹൈപ്പർ വരും. അല്ലെങ്കിൽ പിന്നെ ഉള്ളത് ഈ ഗോയിറ്റർ, മൾട്ടിനോഡുലർ ഗോയിറ്റർ എന്ന് പറയുന്നത് മുഴയായിട്ട് വരുന്നത്. ഇതിൽ തന്നെ ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അത് വന്നിട്ടൊരു 10, 20 അല്ലെങ്കിൽ 5, 6 വർഷം കഴിഞ്ഞിട്ടായിരിക്കും പലർക്കും ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലേക്ക് വരുന്നത്. തിരിച്ചും കാണാറുണ്ട്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വരും, അത് കഴിഞ്ഞ് പിന്നെ ഒരു 5-8 വർഷം കഴിയുമ്പോഴേക്കും തൈറോയിഡിനും തുടങ്ങുന്നു. പിന്നെ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് തുടങ്ങി അതിൻ്റെ മരുന്നുകളും എല്ലാം എടുത്ത് സ്റ്റീറോയിഡ്സും ഒക്കെ എടുത്തു കഴിയുമ്പം നാച്ചുറലി അല്ലെങ്കിൽ പലരും ഡയബറ്റീസിലേക്ക് പോകും. ഡയബറ്റീസിന് മരുന്നെടുക്കാനും ഇൻസുലിൻ ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ഹൈപ്പർ ടെൻഷൻ വരും. ഓർ അതിന് മുമ്പ് തന്നെ ഒബേസിറ്റി, അമിതവണ്ണം വന്ന് ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ അതിനൊപ്പം തന്നെ അടുത്തത് ഹാർട്ട് ഡിസീസാണല്ലോ വരുന്നത്. ഇപ്പം കൊളസ്ട്രോൾ കൂടും, ഫാറ്റി ലിവർ ഉണ്ടാവും. ഈവൻ പലരും വേറൊരു പ്രോബ്ലം കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസും ഇപ്പം കുറച്ച് കൂടുതലായിട്ട് കാണുന്നതാണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പേഷ്യൻ്റ് നമ്മൾ ലിവർ ഫംഗ്ഷൻ നോക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ എൻസൈംസ് ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അത് 2 കാരണങ്ങൾ കൊണ്ട് വരാം അവരുടെ ലിവർ ഡാമേജിലേക്ക് പോകുന്നത്. ഇപ്പം പലരും ഉണ്ട് സിറോസിസും ഫൈബ്രോസിസും ആയിട്ട് വരുന്നത്. അവർ ആൽക്കഹോളോ ഒന്നും ഉപയോഗിച്ചിട്ടാവില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നും നമ്മൾ ഈ ലോങ് ടൈം ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളൊക്കെ ലിവറിനെ ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവൻ പലർക്കും നമ്മൾ കിഡ്നിയെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ മരുന്നുകളും കിഡ്നിയും അഫക്റ്റ് ചെയ്യും, ലിവറിനെ അഫക്റ്റ് ചെയ്യും. ഒപ്പം നമ്മൾ ഒബേസിറ്റി ഉണ്ടാക്കും. അങ്ങനെ പല രീതിയിലാണ് അസുഖം. ഒരു സൈഡിൽ കൂടി നമുക്ക് പ്രോബ്ലം ഉണ്ടാകും, നമ്മളെ സിസ്റ്റത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് മറ്റ് അവയവങ്ങളിലേക്കും കൂടെ ബാധിക്കാം, തൈറോയിഡിലേക്ക് ബാധിക്കാം. അല്ല, ഈവൻ നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ണിൻ്റെ യൂവിയൈറ്റിസ്, ഈവൻ കോർണിയൽ അൾസറേഷനായിട്ടുള്ള പേഷ്യൻറ്റിനെ കാണാറുണ്ട്. അതാണ് മൾട്ടിപ്പിൾ രീതിയിൽ മറ്റ് സിസ്റ്റത്തിലേക്കും കൂടെ ഇത് അഫക്റ്റ് ചെയ്യാം. ഈ ഏറ്റവും സാധാരണ രീതിയിൽ കാണുന്നത് ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ്, തൈറോയിഡ് പ്രോബ്ലം എന്നൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഈ ആമവാദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റും ഈ ഡയബറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ തൈറോയിഡ് പ്രോബ്ലത്തിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുക? അതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം. മോഡേൺ മെഡിസിനെ ഡോക്ടേഴ്സ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം അതാണ്. കാരണം ആമവാദത്തിന് ഉള്ള മരുന്ന് സ്റ്റീറോയിഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡയബറ്റീസ് കൂട്ടാം. ഡയബറ്റീസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിഡ്നിക്ക് ദോഷം വരാം. കിഡ്നിക്കും ഡയബറ്റിക് പേഷ്യൻറ്റിന് കിഡ്നി, കണ്ണ് ഒക്കെ എഫക്റ്റഡ് ആയിരിക്കും. അപ്പം ഇത് അതിൻ്റെ ഒരെണ്ണത്തിന് വേണ്ടി എടുക്കുന്ന മരുന്ന് മറ്റേ രോഗം കൂട്ടും. അപ്പം മരുന്നും ഇപ്പം ഷുഗർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആർത്രൈറ്റിസ് കൂടും. അപ്പോൾ ഷുഗർ കുറയ്ക്കാനായിട്ട് നമ്മൾ മരുന്ന് എടുത്തു കഴിഞ്ഞാൽ എടുക്കാൻ നോക്കുമ്പോഴും നമ്മൾ സ്റ്റീറോയിഡ്സ് അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാകുമ്പം ഷുഗറിൻ്റെ പ്രശ്നം കൂടി നിൽക്കും. അപ്പോൾ ഇതെല്ലാത്തിലും ബാധകമാണ്. അപ്പോൾ സ്റ്റീറോയിഡ്സ് മരുന്ന് മിക്കവാറും നമ്മളെല്ലാ പ്രിസ്ക്രിപ്ഷനും തന്നെ കാണുന്നതാണ് സ്റ്റീറോയിഡ്സ് വരുന്നത്. അപ്പോൾ സ്റ്റീറോയിഡ്സ് വരുമ്പം ഡയബറ്റീസ് കൂടാം, ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും വന്നു കഴിഞ്ഞ് അതിൻ്റെ ഒപ്പം തന്നെ ഒബേസിറ്റി വരും. ഒബേസിറ്റിയും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൂടെ ഉള്ളവർക്ക് ഹാർട്ട് ഡിസീസ് വരാം. അപ്പോൾ ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് മരുന്നെടുക്കേണ്ടി വരും. അതിൻ്റെ കൂടെ ആസ്പിരിനും ബ്ലഡ് തിന്നേഴ്സ് വരും. അങ്ങനെ മൾട്ടിപ്പിൾ മെഡിസിൻസ് ആഡ് ചെയ്യുമ്പം ഇതെല്ലാം നമ്മുടെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ടോക്സിൻസ് ആയിട്ടാണ് വരുന്നത്.
എന്ത് മരുന്ന് നമുക്ക് അതൊന്നും പോഷകമല്ലല്ലോ. പോഷകങ്ങളല്ലാത്ത ഏത് സാധനവും ബോഡിയെ സംബന്ധിച്ചിടത്തോളം ടോക്സിനാണ്. അത് നമ്മുടെ ലിവർ വേണം അതിനെ മെറ്റബോളൈസ് ചെയ്യാൻ, പിന്നെ നമ്മളുടെ കിഡ്നി വേണം അതിനെ പുറത്തേക്ക് യൂറിന് കൂടെ പുറത്തു വിടണം, അല്ലെങ്കിൽ ലിവർ തന്നെ നമ്മളുടെ സ്റ്റൂൾ വഴി മലം വഴി പുറത്തു വിടും, അല്ലെങ്കിൽ സ്വെറ്റ് വഴി. ഇപ്പം നമ്മളൊരു സാധനം ഭക്ഷണം മരുന്നാണേലും കഴിക്കുകയാണല്ലോ ചെയ്യുന്നത്. കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ അത് പുറത്ത് കളഞ്ഞേ പറ്റുള്ളൂ. ഇതിപ്പം നമുക്ക് മെയിൻലി നമുക്ക് പുറത്ത് കളയാൻ 3 രീതിയാണ്. ഒന്ന് സ്റ്റൂൾ വഴി, അല്ലെങ്കിൽ കിഡ്നി വഴി യൂറിനായിട്ട് പോകണം, അല്ലെങ്കിൽ സ്വെറ്റ് വേർപ്പ് വഴി വേർത്ത് പോകണം. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ടല്ലോ, പല ഇങ്ങനത്തെ മരുന്നുകൾ കൂടുതൽ എടുക്കുന്നവരുടെ സ്കിന്ന് കറുത്ത് വരും. അപ്പം ഈവൻ ഫേസിൽ പോലും നെറ്റിയല്ല ചീക്കിലും ഒക്കെ കറുപ്പ് നിറം വരുന്നത്, കഴുത്ത്, പിന്നെ കൈയും കാലും ഒക്കെ ചൊറിഞ്ഞ് വരാൻ തുടങ്ങും. പലപ്പോഴും സ്കിൻ ഡിസീസിലേക്കും പോകുന്നതും വളരെ കോമൺ ആണ്. അതുപോലെ ഡാർക്ക്നെസ്, ചൊറിച്ചിലൊന്നും ഇല്ലെങ്കിൽ പോലും കാലിലും ഒക്കെ ഡാർക്ക് ഡിസ്കളറേഷനും ഒക്കെ വരും. ഇതിനെല്ലാം കാരണം നമ്മൾ ഇതെല്ലാം പോയി ടോക്സിൻസ് അടിഞ്ഞ് ലിവറിനും കിഡ്നിക്കും മാനേജ് ചെയ്യാൻ പറ്റാത്തപ്പം ഈ ടോക്സിനെല്ലാം സ്കിന്നിലേക്ക് വിടും. പിന്നെ സ്കിന്നേ ഉള്ളൂ വിടാനായിട്ടുള്ളത്, എക്സ്ക്രീറ്ററി ഓർഗനായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഈ രോഗികൾക്കൊക്കെ സ്കിൻ പ്രോബ്ലംസും പിന്നെ കൂടെ വന്നു തുടങ്ങുന്നത്. ഈ ആമവാദത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് ശരിക്കും ഏതൊക്കെയാണ്? ആമവാദം കാരണം വരുന്ന വേറെ കോംപ്ലിക്കേഷൻസ്, ആ കോംപ്ലിക്കേഷൻസ് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയായിരിക്കും? ആമവാദം കൊണ്ടുവരുന്ന കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഡിസീസിൻ്റെ പ്രോഗ്രഷൻ വെച്ച് വരുന്നത്. അപ്പോൾ ആമവാദം കൂടി വരുമ്പോഴേക്കും ജോയിൻറ്റ് സ്റ്റിഫായി വളഞ്ഞു പോയി അത് ഫങ്ഷൻ. ഇപ്പം പലരും കൊണ്ട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈവച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത, കൈവച്ചൊന്നും നമ്മൾ ആളെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാകുകയില്ല. അവരുടെ കൈവച്ച് അവർക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാനോ പറ്റാത്ത പേഷ്യൻസ് ഉണ്ടാകുന്നുള്ളതാണ്. പിന്നെ അത് കയ്യിലാണ് ബാധിക്കുന്നതെങ്കിൽ പലരുടെയും ഷോൾഡറും ഇപ്പോൾ കൈ പൊക്കാൻ പറ്റാത്തവരുണ്ടാവും. ജോയിൻസ് നമ്മളുടെ ആ ഫ്ലെക്സിബിലിറ്റി അങ്ങ് ഇല്ലെന്നായി പോയി. അത് ചിലരൊക്കെ തിരിഞ്ഞു പോയി. ഇപ്പം കാലിൻ്റെയൊക്കെ ആണെങ്കിലും വിരൽ അങ്ങോട്ട് തിരിഞ്ഞു പോയി കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അലൈൻമെൻറ്റ്, നമ്മുടെ വെയിറ്റ് ബെയറിങ്ങിൻ്റെ അലൈൻമെൻറ്റ് തെറ്റുമ്പോൾ കാലിൻ്റെ ഉള്ളംകാലിൽ പോലും ഇങ്ങനെ ഈ നമ്മൾ ആണി എന്നൊക്കെ പറയുമല്ലോ, കാലസ് ഫോർമേഷനും സ്പർ പോലെ അങ്ങനത്തെ വന്നിട്ട് നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ട് പോലെ വരും. അതായത് കാലിൽ നിലത്ത് കുത്തുമ്പോൾ വേദന വരും. അതാണ് വേറൊരു പ്രോബ്ലം. പലർക്കും ഈ ജോയിൻറ്റിൻ്റെ വേദന കൊണ്ട് മാത്രമല്ല നടക്കാൻ പറ്റാതെ വരും. ഈ അലൈൻമെൻറ്റ് തെറ്റിയിരിക്കുന്നതുകൊണ്ട് കാലിൻ്റെ കാലിലേക്ക് നമ്മുടെ ആ വെയിറ്റ് ബെയറിങ്ങിൻ്റെ അതിൻ്റെ ആക്സിസ് ഒക്കെ തെറ്റുന്നതുകൊണ്ട് അവിടെ വന്നിരിക്കുന്ന അതും പെയിൻ ഉണ്ടാക്കും. അപ്പം അതാണ് ഡിസീസിൻ്റെ പേരിൽ നമുക്ക് വരുന്നത്. ഇപ്പം സ്പൈനെയൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനോ കുറച്ച് നേരം കൂടുതൽ നേരം ഇരിക്കാനോ എല്ലാത്തിനും നമ്മുടെ പോസ്റ്ററിനും എല്ലാം പ്രോബ്ലംസ് വരാം. അതാണ് അത് ഡിസീസ് പ്രോഗ്രസ് ചെയ്ത് ജോയിൻറ്റ് ഫിക്സായി പോകുന്നതിൻ്റെ അതിൻ്റെ വേദനകളും ആയിരിക്കും ഒരു സൈഡിൽ വരുന്നത്. പിന്നെ ഉള്ളത് ഈ രോഗം തന്നെ മറ്റ് അവയവങ്ങളിലേക്ക് മാറുന്നു. ഇപ്പം ലിവറിനെ ബാധിച്ചാൽ ഓട്ടോഇമ്യൂൺ ഹെപ്പറ്റൈറ്റിസിലേക്ക് പോകാം, കണ്ണിന് യൂയേറ്റിസ് വരാം, ഈവൻ കോർണിയെ ബാധിച്ച പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ലിവർ ഇൻഡസ്ട്രിഷ്യൽ ലങ് ഡിസീസ് വന്ന് ശ്വാസം മുട്ടലും അത് വരുന്നത്. ഈവൻ മയോകാർഡൈറ്റിസ്, നമ്മൾ ഹാർട്ടിൻ്റെ ഡിസീസ് നമ്മൾ പറയുമ്പോൾ എപ്പോഴും ഹാർട്ടിൻ്റെ ബ്ലോക്ക് വെച്ചല്ലേ നമ്മൾ പറയുന്നത്. ഇതുകൂടാതെയുള്ള മയോകാർഡൈറ്റിസ് നമ്മൾ ഹാർട്ടിൻ്റെ മസിൽസിനെ ബാധിക്കുന്നത് വരാം. പിന്നെ ഫൈബ്രോമയോളജിയെ വരാം. മസിൽസ്, ഇപ്പം സ്കെൽറ്റൽ സിസ്റ്റത്തെ ആണല്ലോ ഇത് വന്നിരിക്കുന്നത്, മസിലും അതിൻ്റെ ഒരു പാർട്ടാണല്ലോ, മസിൽസിനെ വരാം. അപ്പം മൊത്തത്തിൽ വേദനയും ടയേർഡ്നെസ്സും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു നിലയിലേക്കും വന്നു. പിന്നെ അവർ അതൊക്കെ അനക്കാതെ ജോയിൻസ് വെച്ച് കഴിയുമ്പോഴാണ് ഫിക്സിറ്റി ആയി പോകുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റ് കൊണ്ടുവരുന്നതാണ്. ഇപ്പം നമ്മൾ ഓരോ ഇതിനു വേണ്ടി കൊടുത്ത മരുന്നുകൾ, ഇപ്പം പലപ്പോഴും മെത്തോട്രെക്സേറ്റ് ഒക്കെ പോലെയുള്ള മരുന്നുകൾ ലോങ് ടൈം ഉപയോഗിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ബോൺ മാരോ സപ്രഷൻ വരാം. ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ റെഡ് ബ്ലഡ് സെൽസും വൈറ്റ് ബ്ലഡ് സെൽസും എല്ലാം കുറഞ്ഞു പോയി. ഈവൻ അതിൻ്റെ വരുന്ന അണുബാധയാണ്. അതുപോലെ ഇമ്മ്യൂണോസപ്രസൻ മെഡിസിൻ്റെ എല്ലാം സൈഡ് ഇഫക്റ്റായിട്ട് ഫൈനലി വരുന്ന അണുബാധയാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ്ഡായി പോവുകയാണ്, അപ്പോൾ അണുബാധ വരാം. അപ്പം മൾട്ടിപ്പിൾ രീതിയിലാണ് ഇതിൻ്റെ പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ ജീവിതശൈലിക്ക് എങ്ങനെയാണ് ആമവാദത്തിൻ്റെ കാര്യത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുക? ജീവിതശൈലിയും ആമവാദവും കൂടെ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ആമവാദവും എല്ലാ രോഗങ്ങളും തന്നെ അതിനൊരു ലൈഫ് സ്റ്റൈൽ ഫാക്ടറുണ്ട്. അതായത് നമ്മളുടെ ജീവിതശൈലി എന്ന് പറയുമ്പോൾ ഒന്ന് ജീവിതശൈലി,
രണ്ട് നമ്മുടെ ജെനറ്റിക്സ്, രണ്ട് ഘടകങ്ങളാണ് മിക്കവാറും എല്ലാ രോഗങ്ങൾക്കും, പ്രത്യേകിച്ച് ക്രോണിക് ഡിസീസ്, പ്രത്യേകിച്ച് ഓട്ടോഇമ്യൂൺ ഡിസീസിൽ വരുന്നത്. അപ്പം നമ്മൾ ഒന്ന് ഫാമിലിയലായിട്ട് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ട് നമുക്ക് വരാനുള്ള സാധ്യത ഉണ്ടാവും. പക്ഷേ ഇതിനൊരു പ്രത്യേക ഒരു ജീൻ മ്യൂട്ടേഷനോ ഒന്നും അല്ല. ഇപ്പോൾ നമ്മൾ സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ ഹീമോഫീലിയ എന്നൊക്കെ പറയുന്നത് ഒരൊറ്റ ജീനിന് വന്നിരിക്കുന്ന ഒരു പ്രോബ്ലമാണ്. അതിനാണ് നമുക്ക് ജീൻ തെറാപ്പി, ഒരു ജീൻ കൃത്യമായിട്ട് ഇന്ന ഒരു ജീനിന് വന്നിരിക്കുന്ന ഒരു കുഴപ്പമാണ്, നമുക്ക് ജീൻ തെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെൻറ്റിന് പോയാൽ അതിനൊരു സക്സസ് റേറ്റ് കിട്ടാം. ഇതിൽ നമുക്ക് അങ്ങനെ ജെനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ഒരു പ്രത്യേക ജീനിൻ്റെ മ്യൂട്ടേഷനൊന്നും നമുക്ക് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ HLA-B27 ഒക്കെ കാര്യം പറയും, പക്ഷേ HLA-B27 പോസിറ്റീവ് ആയെന്ന് കരുതിക്കൊണ്ട് അവർക്ക് അസുഖം വരണമെന്നില്ല. ഈവൻ അസുഖം ഉള്ള HLA-B27 പേഷ്യൻസും ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അസുഖമുണ്ട്. ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ RA ഫാക്ടറും CCPയും ഒക്കെ വെരി ഹൈ ആണ്. CRP, ഇൻഫ്ലമേറ്ററി ഫാക്ടേഴ്സ്, CRP, HSCRP, ESR, ഈവൻ ബ്ലഡ് കൗണ്ട് ഒക്കെ വെരി ഹൈ ആണ്. HLA-B27 പോസിറ്റീവാണ്. പലതരം മരുന്ന് കഴിക്കുന്നുണ്ട്, എന്നാലും പേഷ്യൻ്റ് ടോട്ടലി മരുന്നില്ലാത്തതിനേക്കാളും ഡെഫിനറ്റ്ലി ബെറ്റർ ആയിരിക്കും, കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. മരുന്നൊന്നും ഇല്ലെങ്കിൽ അവർക്ക് ബെഡ് റിഡൻ ആയി പോകും പലപ്പോഴും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന പേഷ്യൻറ്റിന് പോലും നമ്മൾ കറക്റ്റ് ആയിട്ട് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഇപ്പോൾ ഉള്ള വേദനയും മാറുക എന്ന് മാത്രമല്ല, അതിൽ ഈ മരുന്നുകൾ ഓരോന്നായിട്ട് നിർത്തിക്കൊണ്ട് വരാൻ പറ്റുമെന്നുണ്ട്. മിക്കവാറും വിതിൻ 1 or 2, അത് എത്ര മരുന്നുണ്ടെന്ന് അനുസരിച്ചിരിക്കും, വിതിൻ 1 or 2 months മിക്കവാറും മരുന്നുകളൊന്നും ഇല്ലാതെ പേഷ്യൻ്റ് കംഫർട്ടബിൾ ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ എവിടെയാണ് അവരുടെ ജെനറ്റിക്സ്, ജസ്റ്റ് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ മാത്രം പറ്റില്ല, അവരുടെ ജെനറ്റിക്സും കൂടെ മനസ്സിലാക്കി അവരുടെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് അവർക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനൊരു ക്ലിയർ കട്ട് ഡയറക്ഷൻ കൊടുക്കാനും അതനുസരിച്ച് പേഷ്യൻ്റ് കറക്റ്റ് ചെയ്യാനും കൂടെ വില്ലിങ് ആയിരിക്കണം. അപ്പോൾ ഡയറ്റിൽ വേണ്ട ഇത് വേണം, എക്സസൈസ് വേണം, ഇതെല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഞാൻ കാണുന്നത് ഇതിൻ്റെ മന്ത് ഓർ 2 മരുന്നൊന്നും ഇല്ലാതെ മാനേജ് ചെയ്യാൻ പഠിക്കും എന്നുള്ളതാണ്. ഈ ജീവിതശൈലിയിലുള്ള സ്ട്രെസ്സ്, അതുപോലെ ഡയറ്റ്, എക്സർസൈസ്, ഇതൊക്കെ ശരിക്കും ഈ ആമവാദത്തിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? ചില ഫുഡ് ഐറ്റംസിൽ ഇപ്പം ഓരോരുത്തരുടെ ജെനറ്റിക്സ് അനുസരിച്ച് വരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിളായിട്ടുള്ളൊരിത് പറയാം. നമ്മൾ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസിൻ്റെ ജനറലായിട്ട് പറയുമ്പം ഈ ഗോതമ്പും അതിനകത്തൊക്കെ ഉള്ളൊരു ഗ്ലൂട്ടൺ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ഉണ്ട്. ഈ പ്രോട്ടീനാണല്ലോ നമ്മുടെ ജോയിൻറ്റിൽ കൊളാജനൊക്കെ ഉണ്ടാക്കുന്ന, കൊളാജൻ എന്ന് പറയും, കണക്റ്റീവ് ടിഷ്യൂ കൊളാജൻ ഉണ്ടാക്കാൻ, നമ്മൾ ജോയിൻ്റ് ഉണ്ടാക്കാനും അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ഗ്ലൂട്ടൺ അലർജി ഉണ്ടെന്ന് കൂട്ടുക. അപ്പം ആ ഗ്ലൂട്ടൺ പറ്റാം, അതായത് ഗോതമ്പിൽ ഗ്ലൂട്ടൺ അവർക്ക് പറ്റില്ല. പക്ഷെ നമ്മൾ ഗ്ലൂട്ടൺ ഉള്ള ഗോതമ്പും മൈദയും റവയൊക്കെ വെച്ചുള്ള സാധനങ്ങളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സാധനം വെച്ചായിരിക്കും നമ്മളുടെ ജോയിൻ്റ് ഉണ്ടാക്കുക, ജോയിൻറ്റിൻ്റെ പ്രോട്ടീനായിട്ട് വരുന്നത്. അപ്പോൾ അത് ആ ജോയിൻറ്റിൻ്റെ പ്രോട്ടീനായിട്ട് വരുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അത് അലർജിക്കാണല്ലോ. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പോയി ആ ജോയിൻറ്റിനെ ആ പ്രോട്ടീൻ വെച്ച്, നമ്മൾ കഴിച്ച ആ പ്രോട്ടീൻ വെച്ച് ഉണ്ടാക്കി ആ ജോയിൻറ്റിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഗ്ലൂട്ടൺ മാത്രമല്ല, അങ്ങനെ സോ മെനി ഫാക്ടേഴ്സ് ഉണ്ട്. ഈവൻ ചില വൈറ്റമിൻ ഡെഫിഷ്യൻസി, ഇപ്പോൾ നമ്മളൊരു വൈറ്റമിൻ B6 എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ ഉണ്ട്, അതിന് ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോട്ടീൻ്റെ നേച്ചറിൽ കുറേ വ്യത്യാസം വരും. അത് പ്രത്യേകിച്ച് ജോയിൻറ്റ്, ഈ കണക്റ്റീവ് ടിഷ്യൂയിലെ ജോയിൻറ്റിനാണ്. ശരിക്കും ഒരു ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്ന നമ്മളൊരു കാർഡിയാക് മാർക്കറൊക്കെ ആയിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അതൊരു ഹോമോസിസ്റ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീൻ, ഒരു അമിനോ ആസിഡാണ്, നമ്മുടെ ബോഡിക്ക് വേണ്ടതാണ്. പക്ഷേ ഈ അമിനോ ആസിഡിൻ്റെ അളവ് കൂടുകയാണ്. ഹോമോസിസ്റ്റിൻ്റെ അളവ് കൂടിയാൽ ദാറ്റ് ഈസ് ടേക്കൺ ആസ് എ കാർഡിയാക് റിസ്ക് ഫാക്ടറായിട്ടാണ്. അപ്പം ഈ ഹോമോസിസ്റ്റിൻ്റെ അളവ് കൂടാൻ എന്താ കാരണം? ഈ ഫോളിക് ആസിഡ്, B6 തുടങ്ങി വൈറ്റമിൻസിൻ്റെ കുറവ് വന്നാൽ ഇത് കൂടാൻ തുടങ്ങും. അപ്പം ഈ ഹോമോസിസ്റ്റിൻ നമ്മളുടെ ഒരു കൊറോഡിങ് ആയിട്ടാണ്, അതായത് നമ്മൾ തുരുമ്പ് ഒരു ആസിഡ് നമ്മളുടെ മെറ്റലിലൊക്കെ കൊറോഡ് ചെയ്യുക, അല്ലെ തുരുമ്പുണ്ടാക്കി, അല്ലെ നശിപ്പിച്ച് കളയും, ഡിസോൾവ് ചെയ്ത് കളയും എന്നുള്ളതുപോലെ ഈ ഹോമോസിസ്റ്റിൻ ശരിക്കും വേണ്ട അമിനോ ആസിഡാണ്. പക്ഷെ അതിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ രക്തക്കൊഴലുകളെ നശിപ്പിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് അതൊരു ഹോമോസിസ്റ്റിൻ ഒരു ഹാർട്ടിൻ്റെ മാർക്കറായിട്ട് വരുന്നത്. ഇതുപോലെ തന്നെ ഈ ആർത്രൈറ്റിസ് പേഷ്യൻറ്റിനും ഹോമോസിസ്റ്റിൻ പലരിലും നമ്മൾ കൂടുതൽ കാണാറുണ്ട്. അപ്പം അങ്ങനെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ സിമ്പിളായിട്ടുള്ള ചില വൈറ്റമിൻസിൻ്റെയോ മിനറൽസിൻ്റെയോ ഒക്കെ കുറവുകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ന്യൂട്രീഷനും കറക്റ്റ് എക്സസൈസും കൊടുത്ത് നമ്മൾ ബോഡിയെ കറക്റ്റ്, ബോഡിയുടെ പ്രപ്പോർഷൻസ് കറക്റ്റ് ചെയ്യണം. പിന്നെ ഏറ്റവും വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇതൊരു ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണല്ലോ. നമ്മളുടെ ബോഡിയിൽ ഇൻഫ്ലമേഷനും അതിൻ്റെ ഹീലിങ്ങും കൺട്രോൾ ചെയ്യുന്നത് omega-3, omega-6 എന്ന് പറഞ്ഞ 2 ഫാറ്റി ആസിഡ്സ് ആണ്. അതിന് എസെൻഷ്യൽ ഫാറ്റ് എന്ന് പറയും.
അതായത് അത് നമ്മൾ ഭക്ഷണത്തിൽ കൂടെ ചെല്ലണം, നമ്മുടെ ബോഡിക്ക് അത് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ omega-3 and 6 ബാലൻസ് കറക്റ്റാണ്. omega-6 ഇൻഫ്ലമേറ്ററി ആണ്, അതാണ് ഈ അറ്റാക്ക് അയച്ചു വിടുന്നത്. അപ്പോൾ അതേസമയത്ത് omega-3 എന്നുള്ളത് നമ്മുടെ റീബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്, ബോഡിയുടെ റിപ്പയറിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ അതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി. അപ്പോൾ ഇതിനെ ബ്ലോക്ക് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് അതിന്. അപ്പോൾ ഈ omega-3, 6 ബാലൻസും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ എക്സസ് ഫാറ്റ് ബോഡിയിലുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഓവർ വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുകയും കൂടെ ചെയ്യുക എന്നുള്ളതാണ് ഒരു ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നമ്മൾ എയിം ചെയ്യുന്നത്. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ഈ എത്ര റൂമറ്റോളജിസ്റ്റും ട്രീറ്റ് ചെയ്ത് വർഷങ്ങളായിട്ടുള്ളവർക്ക് പോലും അതിനകത്ത് നിന്ന് നല്ല റിലീഫ് കിട്ടി. അവർക്ക് സെൽഫ് മാനേജ് ചെയ്യും. അപ്പം നമ്മൾ കണ്ടുപിടിച്ച് ചില സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. 3 or 6 months വരെയാണ് നമ്മൾ സാധാരണ ട്രീറ്റ്മെൻറ്റ് പറയുന്നതെങ്കിലും അത് കഴിഞ്ഞാലും എല്ലാവരെ പോലെ എങ്ങനെയാണേലും ഒന്ന് പോകാമെന്നല്ല, നമ്മൾ കണ്ടുപിടിച്ച് നമ്മളുടെ ബോഡിയുടെ നമ്മൾ 3 to 6 months നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബോഡിക്ക് വേണ്ടി നമ്മൾ എങ്ങനെ വേണം നമ്മൾ ഫുഡ് കഴിക്കാൻ, എങ്ങനെ എക്സസൈസ് ചെയ്യണം, നമ്മുടെ ബോഡിയെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് പഠിക്കും. അതനുസരിച്ച് പോവുകയാണെങ്കിൽ അവർക്ക് അധികം മരുന്നൊന്നുമില്ലാതെ മച്ച് ബെറ്റർ എന്നല്ല, അപ്പോഴേക്കും ആ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉള്ള പേഷ്യൻ്റ് ആയിരിക്കും. ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ നിന്ന് മാത്രമല്ല, ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഒന്നിച്ച് തന്നെയാണ് അങ്ങ് മാറി അതിൻ്റെ എല്ലാ മരുന്നിൽ നിന്നും മാറാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ഈ ആമവാദത്തിൻ്റെ ഈ ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോയുടെ 3ാം സെക്ഷൻ ഇവിടെ അവസാനിക്കുകയായി. ഈ സെക്ഷനിൽ നമ്മൾ ആമവാദത്തിൻ്റെ കോംപ്ലിക്കേഷൻസ്, പിന്നെ കൂടെ ഉണ്ടാവാറുള്ള പല രോഗങ്ങളെ പറ്റിയും, പിന്നെ എങ്ങനെയാണ് ജീവിതശൈലിക്ക് ഈ ആമവാദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഒരു വലിയ പങ്ക് വഹിക്കാൻ സാധിക്കുക എന്നുള്ളതും നമ്മൾ കണ്ടു. അടുത്ത ഭാഗത്ത്, ദാറ്റ് ഈസ് സെക്ഷൻ 4ൽ നമ്മൾ ഈ ജീവിതശൈലി എങ്ങനെയാണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ ആമവാദത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് നമുക്ക് സാധ്യതകൾ ഉള്ളത്, അതിനെപ്പറ്റി എന്തൊക്കെയാണ് എക്സ്പീരിയൻസസ്, ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസസ് എന്നും കൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും.